നമസ്കാരം. അടുത്ത മാസങ്ങളിൽ ആഗോള ക്രൂഡ് ഓയിൽ വിപണി സ്ഥിരതയോടെ നീങ്ങിയാൽ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില കുറയ്ക്കാനാകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്രോളിനും ഡീസലിനും 2 രൂപ വരെ കുറയാൻ ഇതോടെ സാധ്യത തെളിയുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിഞ്ഞതും ഒപാക് എണ്ണ ഉൽപാദനം ഉയർത്തിയതും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വിലയിടിയാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇതോടെ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഉൽപാദന ചെലവ് താഴുന്നതിനാൽ ഇന്ധന വില കുറയാൻ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം കടുത്ത ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ധനവില കുറച്ച് ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരണമെന്ന് വ്യവസായ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയിൽ നിന്നും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്ന ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് എണ്ണ കമ്പനികൾ നേട്ടമുണ്ടാക്കുമ്പോഴും രാജ്യത്തെ ചെറുകിട ഉപഭോക്താക്കൾ പെട്രോളിനും ഡീസലിനും ഉയർന്ന വില നൽകേണ്ടി വരുന്നുണ്ട്. നിലവിൽ രാജ്യത്തെ മുൻനിര റിഫൈനറികൾ റഷ്യയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ക്രൂഡാണ് ഇന്ധന ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം 2022 ആരംഭിച്ചതിനു ശേഷം ആഗോള എണ്ണ വിപണിയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ സ്ഥാനം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വലിയ തോതിൽ വർധനവുണ്ടായി. അമേരിക്കയും നാറ്റോയും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ ഭീഷണികൾ മുഴക്കുമ്പോൾ ഇന്ത്യ ഈ ഭീഷണികളെ തള്ളിക്കളഞ്ഞ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുകയാണ്. റഷ്യ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉൽപാദക രാജ്യമാണ്. പ്രതിദിനം 9.8 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. 2022 യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്പിലേക്കുള്ള റഷ്യ എണ്ണ കയറ്റുമതി ഗണ്യമായി കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇന്ത്യ, ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളായി മാറി. 2021 ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 2% താഴെയായിരുന്നെങ്കിൽ 2025 ഇത് 35 മുതൽ 43% ഉയർന്നു. റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില ബ്രെന്റ് ക്രൂഡിനെ അപേക്ഷിച്ച് $30 വരെ കിഴിവ് ഇന്ത്യയെ ആകർഷിച്ചു. അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 25 മുതൽ 100% താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഭീഷണി പ്രധാനമായും ഇന്ത്യ, ചൈന, ബ്രസീൽ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വച്ചാണ്. ട്രംപിന്റെ ഉദ്ദേശം റഷ്യയുടെ എണ്ണ വരുമാനം കുറച്ച് യുദ്ധശേഷി ദുർബലമാക്കുക എന്നതാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന എണ്ണയിലാണ് നോട്ടം. യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും 2022 മുതൽ റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിധിക്ക് മുകളിൽ വാങ്ങുന്ന എണ്ണയ്ക്ക് പാശ്ചാത്യ ഷിപ്പിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾ ലഭ്യമാക്കില്ല. 2027 റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായി നിർത്തലാക്കാനാണ് യൂറോപ്പിന്റെ പദ്ധതി. എന്നിരുന്നാലും റഷ്യൻ എണ്ണ ഇന്ത്യ വഴി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് ഡീസൽ, പെട്രോൾ എന്നിവയായി വീണ്ടും കയറ്റുമതി ചെയ്യപ്പെടുന്നതിനാൽ ഈ ഉപരോധങ്ങൾ പൂർണ്ണമായി ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ റഷ്യ എണ്ണയുടെ ബാക്ക്ഡോർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതി തുടരുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ കുറഞ്ഞ വിലയും രാജ്യത്തിന്റെ ഊർജ സുരക്ഷയുമാണ്. 2025 ജൂണിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ദിവസം 2 മുതൽ 2.2 മില്യൺ ബാരൽ എന്ന നിലയിൽ 2 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. ഇന്ത്യയുടെ എണ്ണ വാതക ആവശ്യങ്ങളുടെ 40% ട്രേഡ് ഓഫ് ഹോർമൂസ് വഴിയാണ് വരുന്നത്. എന്നാൽ റഷ്യൻ എണ്ണ സുവേസ് കനാൽ അല്ലെങ്കിൽ പസഫിക് സമുദ്രം വഴിയാണ് വരുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. ഇന്ത്യയുടെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി റഷ്യൻ എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാലും ഗയാന, ബ്രസീൽ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിയ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ റിഫൈനറികൾ, പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, നയാര എനർജി തുടങ്ങിയവ റഷ്യൻ എണ്ണയുടെ 50% വാങ്ങുന്നുണ്ട്. ഇത് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്നതിന്റെ പ്രതിഫലമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം.
സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.